കേണിച്ചിറയിലെ കടുവയെ മയക്കുവെടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ്. 2 ദിവസത്തിനിടെ നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ഈ കടുവ കൊലപ്പെടുത്തിയത്. എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ഭീതി കൊണ്ട് പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഞങ്ങൾ ഈ ഗണിച്ചിറയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. എത്രയും പെട്ടെന്ന് ഈ കടുവേനെ മയക്കുവെടി വെച്ച് പിടിച്ച് അതിനുള്ള മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നടത്തുന്നതിനുള്ള സത്വര നടപടി കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പം കടുവ മൃഗങ്ങൾ മനുഷ്യന്റെയും വളർത്തുമൃഗങ്ങളിലെല്ലാം ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിന് സർക്കാർ എല്ലാവരും കൂടെ ചേർന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതം, വളർത്തുമൃഗങ്ങളായാലും മനുഷ്യനായാലും എല്ലാം ജീവനാണ്. അതുകൊണ്ട് ജീവിക്കുക, അത് മാത്രമേ ഉള്ളൂ ഇന്ന് ജീവിതമാർഗം. ഒരു പശു ഉണ്ടെങ്കിലേ ഉള്ളൂ ഇന്ന്, മറ്റ് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. നടുനാണ്യങ്ങളായാലും ഒന്നും കർഷകന് ജീവിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയാണ്. അതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഞങ്ങളെല്ലാവരും മനുഷ്യരാണല്ലോ, എല്ലാവർക്കും മനുഷ്യർക്കാണോ പരിഗണന അതെയോ മൃഗങ്ങൾക്കാണോ പരിഗണന എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. രാത്രി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പേടിയാണ് എല്ലാവർക്കും. എല്ലാവരും സന്ധ്യയ്ക്ക് പോയി വീട്ടിൽ പോവാണ്. ഒരു ഒച്ചപ്പാട് കേട്ടാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എത്ര പെട്ടെന്ന് അതിൻ്റെ കൂടി വെച്ച് പിടിക്കുകയോ വെടി വെച്ച് കൊല്ലുമോ എന്ത് ചെയ്യണം. അല്ല, ഈ ജനങ്ങൾക്ക് ഭയങ്കര ഭീതിയാണ്. പള്ളിയിൽ നിന്ന് പരിപാടി, ഒരു പിള്ളേർക്ക് സൺഡേ സ്കൂളില്ല, എല്ലാം ഒഴിവാക്കി പള്ളി പരിപാടിയൊക്കെ വലിയാക്കാനുള്ള പരിപാടി നടക്കുക. പേര് വിൽസൺ. എല്ലാവരും ഭയങ്കര ഭീതിയിൽ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ 4 പശുക്കളെയാണ് കടുവ ആക്രമിച്ച് കൊന്നിട്ടുള്ളത്. ഇന്നലെ തന്നെയാണെങ്കിൽ 10 മണിക്ക് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു 100 മീറ്റർ താഴെയാണ് സാബുവിൻ്റെ വീട്. വെള്ള പശുവിനെ പിടിക്കുന്നു. അവിടെ ഒരു ആൾക്കാരെല്ലാം കൂടുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ 3 മണിയോടുകൂടി ഇവിടെ വന്നിട്ട് ഈ 2 പശുക്കളെ ആക്രമിച്ച് കൊല്ലുക. ഒന്നാണെങ്കിൽ 8 മാസം ചെനയുള്ളൂ, ഒന്ന് 10-20 ലിറ്ററോളം പാല് കറക്കുന്ന പശുവാണ്. എല്ലാവരും കൂടുതൽ ആൾക്കാർ ഇവിടുത്തെ ക്ഷീരമേഖലയിൽ ആയിട്ട് ജീവിക്കുന്നവരാണ്. എല്ലാവരും തന്നെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന ഒരു മേഖലയാണ്. പശു വളർത്തി തന്നെയാണ് എല്ലാവരും മുമ്പോട്ട് പോകുന്നത്. മറ്റു കാർഷിക മേഖലകളൊക്കെ തകർന്ന ഒരു അവസ്ഥയിൽ പശുക്കളാണ് എല്ലാവർക്കും ഒരു ആശ്രയമായിട്ട് നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട്, കടുവ, അതുപോലെ ആന, മയിൽ, കുരങ്ങ് എല്ലാം കൊണ്ടും വന്യമൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് എല്ലാവർക്കും. ആദ്യകാലത്തുള്ള നിയമം ഭേദഗതി ചെയ്ത് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ അത് ഉദ്യോഗസ്ഥർക്ക് അതിനെ കൊല്ലാനുള്ള അനുമതി നിയമം മൂലം അവർക്ക് അനുവദിക്കണം.